കേരളത്തിലെ വലതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള നിലക്ക് ഏഷ്യാനെറ്റൊക്കെ കൊണ്ടാടുന്ന ഒരാളാണ് മറ്റേ ശ്രീജിത്ത് പണിക്കർ. ചിലരൊക്കെ അദ്ദേഹത്തെ സംഗി പണിക്കർ എന്നുള്ളതാണ് വിളിക്കുന്നത്. പക്ഷെ ഞാനങ്ങനെ വിളിക്കുന്നില്ല. അതിൻ്റെ കാരണം അദ്ദേഹം ഞാനൊരു സംഘപരിവാർ അല്ല, അല്ലെങ്കിൽ BJP അല്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം സംഘപരിവാറിൻ്റെ ആശയങ്ങൾക്ക് വലിയ തോതിൽ പ്രചരണം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്ഷമിക്കണം ഞാൻ നിമിഷപ്രിയയ്ക്ക് ഒപ്പമല്ല എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിലൊക്കെ അദ്ദേഹം ഇരുന്ന് വാചകം അടിക്കുന്നത് കേട്ടു. കാരണം നിമിഷപ്രിയ ചെയ്തിട്ടുള്ളത് ഒരു ക്രിമിനൽ കുറ്റമാണ്. ആ കുറ്റമാണ്, അതുകൊണ്ട് തന്നെ അവർക്കെതിരെ അത്തരത്തിലുള്ള ഒരാളെ, ഇപ്പം ഇന്ത്യയിലാണ് അത്തരത്തിലുള്ള ഒരാൾ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടാൽ, ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഷെറിൻ ആണെങ്കിലും കാരണവർ വധക്കേസിലെ ഷെറിനാണെങ്കിലോ അല്ലെങ്കിൽ മറ്റു പല വധക്കേസുകളിലുള്ള ആളുകളൊക്കെ ആണെങ്കിലോ തന്നെ ഇത്തരത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കുമോ? അതായത് നിയമബോധം അല്ലെങ്കിൽ നീതിബോധം എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരിയാകുമ്പോൾ എന്നുള്ളത് കൊണ്ട് മാത്രം മാറുന്നത് എങ്ങനെയാണ്? കാരണം നിമിഷപ്രിയക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത് അവർ ഒരു സ്വന്തം ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭർത്താവ് എന്ന് പറയപ്പെടുന്നു, കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നിമിഷ പറയുന്നു. പക്ഷെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ തലാലിൻ്റെ കുടുംബമൊക്കെ പറയുന്നത്. രേഖകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. തലാലിനെ കല്യാണം കഴിച്ചു എന്ന് സഹ പാർട്ട്ണറും ബിസിനസ് ഒക്കെ ഒരുമിച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹം വലിയ ക്രൂരനായിരുന്നു എന്നും നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നും. പക്ഷേ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ഉറക്ക ഗുളിക കൊടുത്തുകൊണ്ട് ഇവർ പാസ്പോർട്ട് കൈക്കലാക്കാനുള്ള ശ്രമം നടത്തിയെന്നും അങ്ങനെ ഉറക്ക ഗുളികകൾ നിരന്തരമായി കൊടുത്ത് ഇദ്ദേഹത്തെ കൊല്ലുകയും പിന്നീട് വെട്ടി നുറുക്കുകയും ചെയ്തിട്ട് ഒരു സഹായിയെ കൂടി വിളിച്ചുകൊണ്ട് വെട്ടി നുറുക്കി ടാങ്കിൽ നിക്ഷേപിച്ചു എന്നുള്ളതുമാണ് ആരോപണം. ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു കൊലപാതക കുറ്റം ചെയ്ത ഒരാളെ അല്ലെങ്കിൽ അവരെ രക്ഷിച്ചെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള നീതിബോധം എന്താണ് എന്നാണ് നമ്മുടെ പണിക്കർ ചോദിക്കുന്നത്, ശ്രീജിത്ത് പണിക്കർ. അപ്പോൾ ശ്രീജിത്ത് പണിക്കരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ എന്തുകൊണ്ടാണ് അവരെ രക്ഷിക്കണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ ശ്രീജിത്ത് പണിക്കർ, അത് അവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റ് ശിക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ ഏറ്റുവാങ്ങട്ടെ, അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് മോചനം നേടണമെന്ന് പോലും നമുക്കുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം അവിടെയുള്ള യമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇൻ്റർനാഷണൽ നിയമങ്ങൾ പാലിക്കുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നതിലുള്ള രീതിയിലുള്ള ഒരു നിയമപരമായ നടപടിക്രമമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇവരെ ഈ ശിക്ഷക്ക് വിധിച്ചേക്കുന്നതും ഇവർ ജയിലിൽ കിടക്കുന്നതുമൊക്കെ സന എന്ന് പറയുന്ന നഗരത്തിലാണ്. ആ സന എന്ന് പറയുന്ന നഗരമടക്കമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ശ്രീജിത്ത് പണിക്കർ അറിയേണ്ടത് അവിടെ ഈ ഹൂത്തികളുടെ കയ്യിലാണ്. ഹൂത്തികൾക്ക് കൃത്യമായിട്ടൊരു ഭരണഘടനയുണ്ടോ, അവരെല്ലാം നിയമപരമായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാവുന്നൊരു കാര്യം, ഈ ഹൂത്തികൾ ആരുടെ പ്രോക്സികളാണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ ഇറാന്റെ പ്രോക്സികളാണ്. ഇറാനിൽ അങ്ങനെയാണെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പാക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യം ഇറാനാണ്. ആ ഇറാനിൽ നടക്കുന്ന വധശിക്ഷകളെല്ലാം തന്നെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതാണ് അതിൻ്റെ ലളിതമായ യുക്തി. ഒരു ഭർത്താവല്ലാത്ത ഒരാളുമായി ഒരു ശാരീരിക ബന്ധം ഒരു സ്ത്രീക്കുണ്ടായാൽ പോലും അവിടെ വധശിക്ഷയാണ്. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന പോലെ അവിടെ പലതരത്തിലുള്ള ഞാനിപ്പോൾ അതിൻ്റെ നിയമത്തിൽ കൂടുതലിലേക്ക് പോകുന്നില്ല, അത്തരത്തിൽ ശരിയായ നിയമപ്രകാരമുള്ള വധശിക്ഷകൾ, പ്രത്യേകിച്ചും സ്ത്രീകളെ രണ്ടാം തരക്കാരായി കാണുന്ന വധശിക്ഷകളും നിയമങ്ങളും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന പോലെ ഹൂത്തികളുടെ നിയമപരമായ പ്രൊസീജിയറിന് വിധേയമായി കൃത്യമായി അവരുടെ ഭാഗം അവതരിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിമിഷപ്രിയക്ക് കിട്ടി എന്ന് ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. താങ്കളുടെ ഏറ്റവും വലിയ തെറ്റ്, താങ്കൾ ഇന്ത്യയിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതും ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള സനയിലും അതുപോലെ യമനിലും ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതും ഒരുപോലെയാണ് കാണുന്നതെങ്കിൽ താങ്കൾ ഇന്ത്യ രാജ്യത്തെയും ഇന്ത്യൻ നിയമസംഹിതകളെയും ഇന്ത്യൻ നിയമപരമായ പ്രൊസീജിയറിനെയും ഒക്കെ അപമാനിക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കുറ്റമുണ്ടായാൽ, ഇന്ത്യയുടെ തന്നെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പോളിസിയാണോ ഹൂത്തികൾ അവിടെ കൈകാര്യം ചെയ്യുന്നത്? അത്തരത്തിലുള്ള ഒരു പോളിസിയാണോ താലിബാൻ കൈകാര്യം ചെയ്യുന്നത്? അതിനാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവരവിടെ കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിഞ്ഞാൽ മറ്റേതെങ്കിലും നിയമപരമായ കൃത്യമായ നടപടികൾ ഇന്ത്യയെ പോലെ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം. പക്ഷെ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ ഒരു തരവുമില്ലാത്ത, കൃത്യമായി പോയിന്റ് ബ്ലാങ്കിൽ പോലും ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന, ചെങ്കടലിൽ ഇപ്പോഴും കപ്പലുകളെ തട്ടിയെടുക്കുന്ന ഹൂത്തികളുടെ നിയമം, അത് ഇന്ത്യൻ നിയമവും ഇന്ത്യൻ നിയമത്തിൻ്റെ ഈ പറയുന്ന പോലെ നടപടിക്രമങ്ങളുമായി എങ്ങനെയാണ് താങ്കൾ താരതമ്യം ചെയ്യുന്നതെന്ന് എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല.
സാധാരണ താങ്കൾ വലിയ തോതിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇന്ത്യയിലെ ലിബർട്ടിയെക്കുറിച്ചും ഇന്ത്യയിലെ നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ചും അതിൽ ഒരു പ്രതിക്ക് കൊടുക്കുന്ന അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ ബോധവാനായിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ബോധവാനായിട്ടുള്ള ഒരാൾ ഹൂത്തികൾ അങ്ങനെയൊന്നും ചെയ്യാത്തതിനെ കുറിച്ച് കൂടി എന്തുകൊണ്ടാണ് ബോധവാനല്ലാത്തത് എന്നുള്ളത് താങ്കൾ പറയണം. ഇനി അതല്ലെങ്കിൽ താങ്കൾ കൃത്യമായിട്ടൊരു കാര്യം പറയണം. ഇന്ത്യയിലെ പോലെ തന്നെ താങ്കൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നിയമപരമായ നടപടിക്രമങ്ങളെല്ലാം അടങ്ങിയതാണ് ഹൂത്തികളുടെ ഭരണവ്യവസ്ഥയും എന്ന് പറഞ്ഞാൽ ക്ലിയറാണ്. പക്ഷെ അത് പറയാത്തിടത്തോളം കാലം താങ്കൾ ഈ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, അബദ്ധജടിലമാണ്. പണിക്കരെ പോലൊരാൾ അത് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ കാര്യത്തിന് വലിയൊരു കുഴപ്പവും കൂടിയുണ്ട്. ആ കുഴപ്പം, നേരത്തെ അദ്ദേഹം ഇതേ നിലപാടുകൾ പറഞ്ഞിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നിരന്തരമായി കാണുന്ന ഒരാളല്ല. പക്ഷെ ഇപ്പം അദ്ദേഹം അത് പറയുന്നതിൻ്റെ കാര്യം എൻ്റെ സംഘപരിവാർ നരേറ്റീവുകൾക്കകത്ത് തന്നെ ഉള്ളൊരു ഭയം കൂടി വന്നിട്ടുണ്ട്. ആ ഭയം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോവുകയും കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഗവർണർക്കും ഒന്നും വലിയ തോതിൽ ക്രെഡിറ്റ് കിട്ടാതിരിക്കുകയും ചെയ്താലോ എന്ന് പറയുന്ന ഭയം കൂടി അദ്ദേഹത്തെ ഗ്രസിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി എനിക്കുണ്ട്. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ മുൻ വീഡിയോകളിൽ എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ, പക്ഷെ അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയ ഒരു തെറ്റുകാരിയാണെന്നും അത്തരത്തിലുള്ള ഒരു തെറ്റുകാരിയായിട്ടുള്ള ഒരാളെ നമുക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ്. ഒരു രാജ്യത്തിനും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല. അവനവൻ്റെ നീതിന്യായ നിർവഹണ നടപടിക്രമങ്ങളിൽ വിശ്വസിക്കുന്നത് പോലെ ഒരു നീതിന്യായ നടപടിക്രമവും കൃത്യമായില്ലാത്ത, ഒരു ഭരണകൂടം പോലും കൃത്യമായില്ലാത്ത, ഒരു തരത്തിലുള്ള മനുഷ്യാവകാശവും പാലിക്കാത്ത നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന യമനെ പോലൊരു രാജ്യത്ത് അതിൽ തന്നെ ഒരു റിബലായിട്ടുള്ള ഭരണകൂടം നടത്തുന്ന നിയമ നടപടികളെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ ഒരു രാജ്യത്തിനോ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്കോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ കേരളത്തിലെ ജനങ്ങൾക്കോ കഴിയാത്തത് കൊണ്ടാണ് ശ്രീജിത്ത് പണിക്കർ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വാദഗതികൾ മുന്നോട്ട് വെക്കുന്നതും അവരെ രക്ഷിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ളതും. ഇതാണ് ശ്രീജിത്ത് പണിക്കർ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. അല്ലാതെ താങ്കളെ നയിക്കേണ്ടത് ഇത്തരത്തിലുള്ള സങ്കുചിതമായ ഈ പറയുന്ന പോലെ ക്രെഡിറ്റ് ആർക്ക് എന്നൊക്കെ തോന്നുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകളല്ല. താങ്കൾക്ക് യഥാർത്ഥത്തിൽ ഈ ഭാഗം ചിന്തിക്കാത്തത് കൊണ്ട്, ഈ പെർസെപ്ഷൻ ചിന്തിക്കാത്തത് കൊണ്ട് തെറ്റുപറ്റിയതാണെങ്കിൽ തിരുത്തണം. അല്ലെന്നുണ്ടെങ്കിൽ സങ്കുചിത നിലപാടുകളുമായി താങ്കൾക്ക് മുന്നോട്ട് പോകാം. പക്ഷെ അത് തെറ്റാണെന്ന് പറയാനുള്ള, വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാനിവിടെ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം. അപ്പം അത് പണിക്കരൊക്കെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, താങ്കൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ ഒരു സംഘപരിവാർ റൈറ്റ് വിങ് ഐഡിയോളജിയുടെ ആശയങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ആ ആശയങ്ങൾക്ക് പോലും വിരുദ്ധമായിട്ടാണ് താങ്കൾ ഇപ്പോൾ ഹൂത്തികളുടെ നിയമപരമായ നടപടിക്രമങ്ങളെയും അവരുടെ വധശിക്ഷകളെയും ഒക്കെ ശരിവെക്കുന്നത് എന്നുള്ളത് വലിയ തോതിലുള്ള വൈരുദ്ധ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സാധാരണ താങ്കൾ ഇതിന് വളരെ ആശയപരമായി മറുപടി പറഞ്ഞാൽ നല്ല കാര്യം. അതല്ലെങ്കിൽ താങ്കൾ ഈ പറഞ്ഞ പോലെ കെ സുരേന്ദ്രനൊക്കെ ഫൈറ്റ് ചെയ്യുന്നത് പോലെ ഉള്ളിയുടെ പടമിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാനാണെങ്കിൽ എനിക്ക് സമയമില്ല. പക്ഷെ അതല്ലാതെ താങ്കൾ കൃത്യമായിട്ടുള്ള മറുപടികൾ തന്നാൽ ആ മറുപടികൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ പോലെ സംവാദമാകാം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായ പ്രശ്നം ശ്രീജിത്ത് പണിക്കർ ഇതാണ്. അത് താങ്കൾ മനസ്സിലാക്കണം. താങ്കളുടെ തെറ്റുകളും താങ്കളുടെ ഈ പറയുന്ന പോലെ അഭിപ്രായത്തിലെ വൈരുദ്ധ്യങ്ങളുമെല്ലാം തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.